സാറേ സാറേ തിരക്കിലാണോ? എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ടായിരുന്നു. അതോ സാർ എന്താ സാറിൻ്റെ പേപ്പറിന് പറ്റിയേ? എനിക്കെന്താ എത്ര കുറച്ച് മാർക്കായി പോയേ? ഞാൻ എത്രയാ എഴുതിയത്? 1 മാർക്കിന് ഞാൻ എത്ര എഴുതിയെന്ന് നോക്കി. അതുപോലെ തന്നെ 4 മാർക്കിൻ്റെ 5 പേജ് എഴുതിയിട്ടുണ്ട് സാറേ. ഞാൻ ഇത്രയൊക്കെ എഴുതിയിട്ട് എനിക്ക് മാർക്ക് കിട്ടിയില്ലല്ലോ. എന്താ സാർ മാർക്ക് കുറഞ്ഞേ? പിന്നെ എന്താ നോക്കാൻ 5 മാർക്ക് 4 മാർക്കിൻ്റെ എത്ര എഴുതി? ഇത്രയൊക്കെ എഴുതിയിട്ടുണ്ട്. അതുകൊണ്ടൊക്കെ 6 മാർക്കിൻ്റെ ചോദ്യത്തിന് ഉത്തരം എഴുതാൻ പറ്റാഞ്ഞ് 1.5 മണിക്കൂറുള്ളായിരുന്നു സാർ. ഇതിപ്പോൾ ഞാൻ എന്താ ചെയ്യേണ്ടത്? എനിക്ക് എങ്ങനെയെങ്കിലും ഒരു മാർക്കെങ്കിലും കൂട്ടിത്തരുമോ? ഈ മാർക്കും കൊണ്ട് ഞാൻ ചെന്നാലേ എൻ്റെ അമ്മ എന്നെ കൊല്ലും, എൻ്റെ അച്ഛൻ്റെ തലമണ്ട കുത്തി പൊട്ടിക്കും. മാഷേ നിങ്ങൾ എങ്ങനെയെങ്കിലും ഒരു മാർക്ക് ഒന്ന് എന്താ ഇതിൽ തെറ്റെന്നൊന്ന് പറഞ്ഞു തന്നാൽ അതൊന്ന് നോക്കിയിട്ട് നിങ്ങൾ ഇതിൻ്റെ തെറ്റെന്താണെന്നൊന്ന് പറഞ്ഞു തരുമോ? ഒന്ന് പറഞ്ഞു തരുമോ മാഷേ? ഒന്ന് പറഞ്ഞു തരുമോ? ഒന്ന് എടാ വിദ്യാസുര, എന്താ നീ എഴുതി വെച്ചേക്കണേ? 4 മാർക്കിന് നീ 5 പേജാണ് എഴുതിയേക്കണേ. 6 മാർക്കിനോ ചിരിമ്പോരെ. പിന്നെ 1 മാർക്കിന് എന്തിനാ അത്രയൊക്കെ എഴുതി വെച്ചിരിക്കണേ? ആദ്യം നീ പഠിക്കേണ്ടത് എങ്ങനെ എഴുതണമെന്നുള്ളതാ. മനസ്സിലായോ? 4 മാർക്കിന് എത്ര എഴുതണം? 2 മാർക്കിന് എത്ര എഴുതണം? 1 മാർക്കിന് എന്ത് എഴുതണം? 6 മാർക്കിന് എത്ര എഴുതണം? പിന്നെ 1.5 മണിക്കൂറിനുള്ളിൽ എങ്ങനെ പരീക്ഷ എഴുതി തീർക്കണം? ഇതൊക്കെ ആദ്യം പഠിക്കേണ്ടത്. അതുകൊണ്ടാണ് മാർക്ക് കുറഞ്ഞത്. പിന്നെ 4 മാർക്കിൻ്റെ ചോദ്യത്തിന് 4 മാർക്കല്ലാതെ 10 മാർക്ക് തരാൻ പറ്റുമോ? എനിക്ക് വിദ്യാർത്ഥിന കിട്ടിയ മാർക്കും കൊണ്ട് പോവാ. എൻ്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥിനികളെ, പ്രിയപ്പെട്ട മക്കളെ, പരീക്ഷ എഴുതാൻ പോകുന്നതിന് മുമ്പ് എല്ലാവർക്കും ഉണ്ടാകുന്ന ഏറ്റവും വലിയ പ്രശ്നങ്ങളിൽ ഒന്നാണ് എന്താണെന്നറിയോ? പരീക്ഷാ ഹാളിൽ എത്തിക്കഴിഞ്ഞാൽ എല്ലാവർക്കും ഉണ്ടാകുന്ന പ്രശ്നമാണ് എത്ര എഴുതണം, മാർക്കിനനുസരിച്ച് എങ്ങനെ എഴുതണം. ആർക്കും അറിയില്ല. അറിയുന്ന ഉത്തരം ഇങ്ങനെ എക്സ്പ്രസ് പോലെ വലിച്ചു വാരി എഴുതി വെക്കും. എന്നിട്ടോ അവസാനത്തെ 6 മാർക്കിൻ്റെ ചോദ്യം എഴുതാൻ സമയം കിട്ടിയില്ല എന്ന് പറഞ്ഞ് ഒഴിവാക്കി വിടും. ഇത് എല്ലാ കുട്ടികൾക്കും സംഭവിക്കുന്ന ഒരു കാര്യമാണ്. അതിനൊരു പരിഹാരം വരണ്ടേ? അതിനു വേണ്ടിയാണ് സാർ ഈ വീഡിയോ ഇടുന്നത്. എന്താണ് എത്ര എഴുതണം എന്നുള്ളത് വലിയൊരു ചിന്തയാണ് കേട്ടോ. ഇനി നമുക്ക് ഓരോന്നും നമുക്കറിയാം. 1 മാർക്കിൻ്റെ ചോദ്യം, 2 മാർക്കിൻ്റെ ചോദ്യം, 4 മാർക്കിൻ്റെ ചോദ്യം, 6 മാർക്കിൻ്റെ ചോദ്യം. ഈ 4 പാറ്റേണാണ് ഹൈസ്കൂൾ വിദ്യാർത്ഥികൾക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടാകുന്നത് അല്ലേ? അങ്ങനെ വരുമ്പോൾ ഈ 4 രീതിയിൽ എങ്ങനെ എഴുതണം എന്നുള്ളതാണ് സാർ ഇപ്പോൾ പറയാൻ പോകുന്നത്. ഒന്ന് നോക്കൂ, 1 മാർക്കിന് എത്ര എഴുതണം? 1 മാർക്കിന് തന്നിരിക്കുന്ന ആ ഉത്തരം മാത്രം മതി. ഇപ്പോൾ ഉദാഹരണത്തിന് നിങ്ങളോട് ചോദിക്കുകയാണ്, നിങ്ങൾക്ക് മലയാളം എടുക്കുന്നത് ആര്? 1 മാർക്കിൻ്റെ ചോദ്യമാണ്. ഓപ്ഷൻ 1 ഷാജി, ഓപ്ഷൻ 2 വേറെ ആരെങ്കിലും, ഓപ്ഷൻ 3 വേറെ ഏതെങ്കിലും. ഇത് ഉത്തരം ഏതാണ്? ഷാജിയാണ് ഇപ്പം നിങ്ങൾക്ക് എടുക്കുന്നത്, ഞാനാണെന്ന് കരുതുക. അപ്പം നിങ്ങൾ ഉത്തരം ഷാജി എന്ന് മാത്രം എഴുതിയാൽ മതി. ഞങ്ങൾക്ക് മലയാളം എടുക്കുന്ന സാറിൻ്റെ പേര് ഷാജി എന്നാണ്. അദ്ദേഹം ഇന്ന സ്ഥലത്ത് നിന്നാണ് വരുന്നത്. അദ്ദേഹം ഇങ്ങനെയാണ്. ഒന്നും എഴുതണ്ട. 1 മാർക്കിന് തന്നിരിക്കുന്ന ഉത്തരം മാത്രം എഴുതിയാൽ മതി. അതാണ് 1 മാർക്ക്. അതുകൊണ്ട് അത്രേ വേണ്ടു 1 മാർക്കിന്. അപ്പോൾ ഓർത്ത് വെക്കേണ്ടത്, 1 മാർക്കിന് എഴുതുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യം എന്താണ്? തന്നിരിക്കുന്ന ഏറ്റവും ഉചിതമായ ഉത്തരമാണ് അതിൽ എഴുതേണ്ടത്. അപ്പോൾ ഉത്തരം എന്താണ്? ഉത്തരം ഷാജി. അത് മതി. 1 മാർക്കിന് ആ ഉത്തരം മതി. മനസ്സിലായോ മക്കളെ? അപ്പോൾ 1 മാർക്കിന് ഇനി 2 മാർക്കിന് നമ്മൾ എങ്ങനെ എഴുതും? 2 മാർക്കിന് 2 സെൻറ്റൻസ് മാത്രം എഴുതുക. നിങ്ങളുടെ മലയാള അധ്യാപകൻ്റെ പ്രത്യേകത എന്താ? 2 പ്രത്യേകതകൾ എഴുതുക അല്ലേ? അദ്ദേഹം നിന്ന് സംസാരിക്കുന്ന പ്രകൃതക്കാരനാണ്. അദ്ദേഹം നടക്കുമ്പോൾ ഒരു വളവുണ്ട്.
2 സെൻറ്റൻസായി. ഞാൻ വെറുതെ പറഞ്ഞാണ്, എനിക്ക് നടക്കുമ്പോൾ വളവൊന്നുമില്ല. ഞാൻ നിങ്ങളോട് എങ്ങനെ എഴുതണമെന്നുള്ള 2 സെൻറ്റൻസ് മാത്രം എഴുതിയാൽ മതി. 2 മാർക്കിന് 2 വാക്യം മാത്രം മതി. 2 വാക്യം മാത്രം മതി. ഏതെങ്കിലും 2 വാക്യം 2 സെൻറ്റൻസ് എഴുതിയാൽ മതി. കൂടുതലൊന്നും എഴുതി വെക്കരുത്. പലരും 2 മാർക്കിന് അരപ്പുറത്തിൽ കവിയാതെ എഴുതി വെക്കുന്നതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. യാതൊരു കാരണവശാലും എൻ്റെ മക്കൾ അങ്ങനെ എഴുതരുത്. 2 സെൻറ്റൻസിൽ കൂടുതൽ 2 മാർക്കിന് എഴുതേണ്ടതില്ല. ക്ലിയറാണോ? അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഒരു ഉദാഹരണം പറഞ്ഞേ ഉള്ളൂ. കോമൺ ആയിട്ടൊരു ഉദാഹരണം പറഞ്ഞേ ഉള്ളൂ. അല്ലെങ്കിൽ നിങ്ങളുടെ നാട്ടിലൂടെ ഒഴുകുന്ന പുഴയുടെ 2 പ്രത്യേകത എഴുതുക. പുഴ നല്ല ഒഴുക്കുള്ളതാണ്. ഒന്ന്, ആ പുഴയ്ക്ക് ചുറ്റിലും നിറയെ മരങ്ങളുണ്ട്. 2 പ്രത്യേകതയായി 2 സെൻറ്റൻസായി. എൻ്റെ പുഴ ഒഴുകുന്നത് കൂലം കുത്തിയാണ്, അത് കടലിലേക്കുള്ള യാത്രയാണ്. ഇങ്ങനെയൊന്നും എഴുതി വെക്കേണ്ടതില്ല. മനസ്സിലായ മക്കൾക്ക്? 2 മാർക്കിന് 2 സെൻറ്റൻസ് മാത്രം എഴുതിയാൽ മതി. ഇനി 4 മാർക്കിന് എന്ത് എഴുതണം? അരപ്പുറത്തിൽ കവിയാതെയാണ്, അല്ലേ? അരപ്പുറത്തിൽ കവിയാതെ. അതല്ലേ നിങ്ങളോട് ചോദിക്കുന്നത്? അരപ്പുറത്തിൽ കവിയാതെയാണ് എഴുതേണ്ടത്. അരപ്പുറത്തിൽ കവിയാതെ എഴുതാൻ ചോദിച്ചാൽ എത്ര വേണം? പകുതി എഴുതണം. 50 വാക്ക് വരെയാണ് അരപ്പുറം എന്ന് പറയുന്നത്. അതങ്ങനെ തന്നെ എഴുതി നമ്മൾ ശീലിച്ചാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുകയുള്ളൂ? കൃത്യമായ മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. അപ്പോൾ അരപ്പുറത്തിൽ കവിയാതെ എഴുതണം എന്ന് പറയുമ്പോൾ എങ്ങനെയാണ്? ഒരു ഉത്തരത്തിൻ്റെ പ്രധാന പോയിന്റ് വെച്ചുകൊണ്ട് ഒരു ഉദാഹരണത്തിന് നിങ്ങളുടെ നാട്ടിലൂടെ ഒഴുകുന്ന ഒരു പുഴയെക്കുറിച്ച് അരപ്പുറത്തിൽ കവിയാതെ ലഘുക്കുറിപ്പ് തയ്യാറാക്കുക. അങ്ങനെ വരുമ്പോൾ എൻ്റെ ദേശം എവിടെയാണെന്ന് എഴുതുക, എൻ്റെ ദേശത്തൂടെ ഒഴുകുന്ന പുഴയുടെ പേരെന്താണെന്ന് എഴുതുക, എൻ്റെ ദേശത്തൂടെ ഒഴുകുന്ന പുഴയുടെ മറ്റ് പ്രത്യേകത എന്താണെന്ന് എഴുതുക, ആ പുഴയിൽ കുളിക്കാനും മറ്റുമായിട്ട് ആളുകൾ വരാറുണ്ടോ, ആ പുഴയിലൂടെ തോണി യാത്രയുണ്ടോ, ആ തോണിയിലൂടെ ആളുകൾ സഞ്ചരിക്കാറുണ്ടോ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വെച്ച് അരപ്പുറത്തിൽ കവിയാതെയാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്? അതിന് ഉത്തരം എഴുതേണ്ടത്. മനസ്സിലായോ മക്കൾക്ക്? അപ്പോൾ 4 മാർക്കിന് അരപ്പുറത്തിൽ കവിയാതെ എന്ന് ചോദിച്ചാൽ വാരി വലിച്ച് 2 പുറം എഴുതി വെക്കരുത്. നിങ്ങൾക്കറിയുന്ന ഉത്തരമാണെങ്കിലും അരപ്പുറത്തിൽ കവിയാതെ എഴുതിയാൽ മതി. ഓക്കെയാണ് മക്കളെ? ഇനി 6 മാർക്ക് എഴുതുമ്പോൾ എത്രയാണ്? ഒരു പുറത്തിൽ, അല്ലേ? ഒരു പുറത്തിൽ കവിയാതെ ഉത്തരമെഴുതുക. ഒരു പുറം എന്ന് പറഞ്ഞാൽ ഒരു പേപ്പറിൻ്റെ മുൻഭാഗമാണ്, ഒരൊറ്റ ഭാഗമാണ്. ആ ഭാഗത്ത് ചിലപ്പോൾ 3 പാരഗ്രാഫാക്കി എഴുതേണ്ടതായിരിക്കും. മാക്സിമം പോയാൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ഒരു 1.25 പുറം. ഇതിപ്പോൾ ഒരു പേപ്പറാണെങ്കിൽ ഇതിൻ്റെ മുഴുവൻ ഭാഗവും നിങ്ങൾ എഴുതി 3 പേരെഴുതി അടുത്ത പേപ്പറിൻ്റെ ഇത്ര ഭാഗം കൂടി എഴുതിയാൽ മതി. അത്രേ വേണ്ടൂ, അതേ ആവശ്യമുള്ളൂ. അപ്പോൾ പ്രത്യേകിച്ച് എൻ്റെ മക്കളോട് ഞാൻ പറയുന്നു, പ്രത്യേകിച്ച് എൻ്റെ മക്കളോട് പറയുന്നത്, ഒരു ചോദ്യത്തിന് ഉത്തരം എഴുതുമ്പോൾ അത് തന്നിരിക്കുന്ന മാർക്കിനനുസരിച്ച്, തന്നിരിക്കുന്ന നിർദ്ദേശങ്ങൾക്കനുസരിച്ച് മാത്രമേ എഴുതാവൂ. നിങ്ങൾ വാരി വലിച്ചെഴുതുമ്പോൾ നിങ്ങൾക്ക് നഷ്ടപ്പെടുന്നത് 6 മാർക്കിൻ്റെയോ അല്ലെങ്കിൽ ഏറ്റവും നല്ല ഒരു ചോദ്യത്തിന് ഉത്തരം നിങ്ങൾക്ക് നഷ്ടപ്പെടും. ഇപ്പം നിങ്ങൾ എത്രയൊക്കെ എഴുതിയാലും 6 മാർക്കിൻ്റെ ഒരു ചോദ്യം നിങ്ങൾ ഉപേക്ഷിച്ചെന്ന് കരുതുക. പിന്നീട് നിങ്ങൾക്ക് യാതൊരു കാരണവശാലും 40 ഫുൾ മാർക്ക് കിട്ടില്ല, അല്ലെങ്കിൽ A+ ലഭിക്കില്ല. അപ്പോൾ അങ്ങനെ ഒക്കെ നോക്കി കണ്ടുകൊണ്ട് വേണം എൻ്റെ മക്കളെ എഴുതാൻ. മനസ്സിലായ മക്കളെ? അപ്പോൾ 1 മാർക്ക്, 2 മാർക്ക്, 4 മാർക്ക്, 6 മാർക്ക് എങ്ങനെ എഴുതണം എന്നുള്ള ക്ലിയർ ആണോ? മറന്നു പോകരുത്. ഓക്കെ ആണോ? ഓക്കെ മക്കളെ. അപ്പം എല്ലാ കുട്ടികൾക്കും വിജയാശംസകൾ നേരുന്നു. ഓക്കെ.